ഇവരിപ്പോ ലോകത്തോട് ഒപ്പം എത്തുകയാണ്. ഇനി അമേരിക്കക്ക് വിധേയത്വം കാണിക്കുകയല്ല, സ്വയം അമേരിക്ക ആയിത്തീരുക. പഴയ അമേരിക്കയാണേ, ഇപ്പോഴത്തെ പുതിയ അമേരിക്ക ആവാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അമേരിക്ക അതിവേഗം താഴോട്ട് പോവുകയും അറബ് ലോകം വലിയ തോതിൽ മുന്നേറുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ ദുബായ് അറബ് ലോകത്തിന് കാണിച്ചു കൊടുത്ത മാതൃക എന്താണ്? നമുക്ക് വളരാനുള്ള മാർഗം, ഏറ്റവും പുതിയ ലോകത്തെ പുരോഗതിയുടെ മാർഗം ഇതാണ്. ഒന്ന്, ഈ ആയുധങ്ങളുടെയും പേടിപ്പിക്കലിന്റെയും ഗോത്രവർഗ സംസ്കാരത്തിന്റെയും പരസ്പരം യുദ്ധങ്ങൾ, തീരാത്ത യുദ്ധങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഒന്നും കാലമല്ല. ഇനി മാന്യതയുടെയും കച്ചവടത്തിന്റെയും കാലമാണ്. ടെക്നോളജിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യ, പുതിയ വ്യാപാര മുറകൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ സൗകര്യങ്ങൾ. യുഎഇയുടെ മണ്ണ് എന്തും സ്വീകരിക്കുന്നൊരു മണ്ണാണ്. അവിടുത്തെ ഭരണാധികാരികൾ അറിയാമല്ലോ. അതെ അല്ലെ, മാഷ് തന്നെ പറയാറുണ്ട് എപ്പോഴും. അവിടെ ക്ഷേത്രം പണിതിട്ടുണ്ട്, എല്ലാം ഉണ്ട് അബുദാബിയുടെ മണ്ണില്. അവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട് മോസ്കോക്കൊപ്പം തന്നെ, അല്ലേ? അതെ അതെ. അത് അറബ്സ് എനിക്ക് തോന്നുന്നു, നമ്മള് റോബിൻജി തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അവർക്ക് കച്ചവടത്തിലും ഒരു എത്തിക്സ് ഉണ്ട് എന്ന് പറയാറുണ്ടല്ലോ. മീൻസ് അവർക്ക് മാത്രമല്ല, എല്ലാ നല്ല കച്ചവടക്കാർക്കും ഒരു എത്തിക്സ് ഉണ്ടാവുമല്ലോ. ഇസ്ലാം അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്, അറബ്സ് അത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രവാചകൻ ഒരു വലിയ വാണിക്കായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.